കഴിഞ്ഞ വർഷം OnePlus പുറത്തിറക്കിയ OnePlus Nord 5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആ പ്രൈസ് സെഗ്മെന്റിൽ ഒരു മികച്ച ഫോണായിരുന്നു. ആ പ്രൈസ് പോയിന്റിൽ, അതായത് ഒരു 30,000 പ്രൈസ് പോയിന്റിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഫോൺ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു ഫോണാണ് OnePlus Nord 5. ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണുമാണ് OnePlus Nord 5. അപ്പോൾ അതിന്റെ പിൻഗാമിയായിട്ട് OnePlus Nord 6 വന്നിരിക്കുന്നു. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 9000 mAh ബാറ്ററി കപ്പാസിറ്റിയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു OnePlus ഇന്നുവരെ ഇറക്കിയിരിക്കുന്നതിൽ ഏറ്റവും ബാറ്ററി കപ്പാസിറ്റി കൂടിയ സ്മാർട്ട് ഫോൺ ആയിരിക്കും OnePlus Nord 6. പക്ഷേ അതിന്റെ ഒരു വെയിറ്റ് അത്രയൊന്നും ഇല്ല. ഈ പറയുന്ന 9000 mAh ബാറ്ററി കപ്പാസിറ്റി വന്നിട്ടും അത്രയും വെയിറ്റ് ഒന്നും ഈ ഒരു ഫോണില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ 217 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാരം. ഒരു ഐഡിയൽ വെയിറ്റ് ഒന്നും അല്ല, 200 ഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ട്. എന്നിരുന്നാലും 8.5 ആണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ്. അതുപോലെ ഇതുവരെ OnePlus ഫോണിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ലൈൻ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ആ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത് ഒരു ഓഡ് ഡിസൈൻ ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ക്യാമറ മോഡിൽ ഇതിലെ കൂടെയൊക്കെയാണ് ആ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബോർഡൊക്കെ ഇരിക്കുന്ന ഒരു ഷേപ്പ് പോലെ ഒരു ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലൈൻ ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് കൊടുത്തെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫോണിന് ഒരു ഭംഗി വന്നേനെന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇതുവരെ OnePlus ഫോണിൽ കണ്ടിട്ടില്ലാത്ത ഒരു ലൈനൊക്കെ കൊടുത്താണ് എന്തായാലും ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. ഇവിടെ OnePlusന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ എന്നേ പറയാൻ പറ്റും. അതുപോലെ ഇതിന്റെ വല സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഇടത് സൈഡിൽ ഒരു അലർട്ട് സ്ലൈഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു ബട്ടൺ ഇവിടെ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ Type-C ചാർജിംഗ് പോർട്ടും സിം ട്രേയും സ്പീക്കർ ഗ്രില്ലും ഒക്കെ കാണാം. മുകളിൽ IR ബ്ലാസ്റ്ററും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഒക്കെ എന്തായാലും ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ഹാൻഡ് ഫീല് വലിയ പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കുറച്ച് തിക്നെസ് കൂടുതലാണ്. എങ്കിലും കുഴപ്പമില്ല കയ്യിൽ പിടിക്കാനൊക്കെ. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. Full HD+ റെസൊല്യൂഷൻ ആണ്. മാത്രമല്ല 165 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 165 ഹെഡ്സ് ഈ പ്രൈസ് പോയിന്റിൽ അത്രയും ഹയർ ആയിട്ടുള്ള ഒരു റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഗെയിം ഒക്കെ കളിക്കുമ്പോഴും അതുപോലെ ഈ ഒരു UIയുടെ ഒരു നാവിഗേഷൻ ഒക്കെ വളരെ സ്മൂത്ത് ആണ് ഈ ഒരു 165 ഹെഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ. ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 3600 നിറ്റ്സ് ആണ്. നോക്കി, ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി വളരെ കുറച്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബ്രൈറ്റ്നസ് വെച്ചിരിക്കുന്നത് പോലും. മാത്രമല്ല 10-bit ഡിസ്പ്ലേയുമാണ് ഈ ഒരു ഫോണിനകത്ത് OnePlus നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. ഈ കാണുന്ന ബെസലൊക്കെ നോക്കിയാൽ വളരെ തിന്നാണ്, യൂണിഫോം ബെസലാണ്. 4 സൈഡിലും വളരെ തിന്നായിട്ടുള്ള ബെസലാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇതുപോലെ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം 2.2 മില്യൺ ആണ്, അല്ലെങ്കിൽ 2.3 മില്യൺ അടുത്തുള്ള ഒരു AnTuTu സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ കിട്ടാവുന്ന ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോണിനെന്ന് പറയേണ്ടി വരും. എന്തായാലും നല്ലൊരു AnTuTu സ്കോറാണ്. പെർഫോമൻസ് അടിപൊളിയാണ് ഈ ഒരു ഫോണിൽ നിന്ന് എടുത്തു പറയട്ടെ. നമുക്ക് ഇതിനകത്ത് 8GB റാമും കിട്ടും, 128GB ഇന്റർണൽ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ റാം ടൈപ്പ് വന്നിട്ട് LPDDR5X റാമും, സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ഫോണിന്റെ CP ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മൾ ഇവിടെ നടത്തി നോക്കി. ആദ്യം കുറച്ച് നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്തിട്ട് പിന്നെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ചെറിയ റെഡിഷിലേക്ക് മാറുന്നത് പോലെ ഒരു ഫീലാണ് ആ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് തന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു സ്കോർ എന്ന് പറയുന്നത് ഒരു 70% ആണ്. 95, 92, 82 ആ ഒരു രീതിയിലൊക്കെ ത്രോട്ട്ലിംഗ് റിസൾട്ട് തരുന്ന വേറെ ഫോണുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇതിനകത്ത് ഇച്ചിരി ത്രോട്ട്ലിംഗ് ഇഷ്യൂ പോലെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിലിട്ട് കഴിഞ്ഞാൽ അൾട്രാ എക്സ്ട്രീം സെറ്റിംഗ്സ് ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ മാപ്പിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിലെ ഗെയിമിംഗ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രോ ഗെയിമർ എന്നൊരു മോഡ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഫ്രെയിം റേറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത്. കൂടാതെ ഹൈപ്പർ ഫ്രെയിം റേറ്റിലേക്ക് നമ്മൾ മാറ്റിയാൽ അവിടെയും ഫ്രെയിം റേറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ഒട്ടനവധി അഡീഷണൽ ടൂൾസും ഗെയിമിംഗിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ബാറ്ററിയാണ് ഈ ഒരു ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 9000 mAh ബാറ്ററി, അതും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെയും കൊടുത്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് വന്നാൽ ബാക്കിൽ 50 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ ഒരുവിധം ഡീസന്റ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അങ്ങ് എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല, പക്ഷെ ഒരുവിധം ഡീസന്റ് ആണ്. അത് ബാക്ക് ക്യാമറ ഫോട്ടോകളായാലും സെൽഫി ആയാലും ഏതാണ്ട് ഒരുപോലെയാണ്. അതായത് ക്വാളിറ്റി ലെവൽ ബാക്ക് ക്യാമറ തരുന്ന അതേ ഒരു ക്വാളിറ്റി സെൽഫി ക്യാമറയും തരുന്നുണ്ട്. ഡേ ലൈറ്റിലൊക്കെ തന്നെ സെൽഫിയും അതുപോലെ ബാക്ക് ക്യാമറയും നല്ല ഫോട്ടോകളാണ് തരുന്നത്. അതുപോലെ നൈറ്റിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ലോ ലൈറ്റ് ഫോട്ടോകളും വീഡിയോകളും നമുക്ക് തരുന്നുണ്ട്. സെൽഫി വീഡിയോ
വീഡിയോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ ബാക്ക് ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ഒരു അല്പം കുറവ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ലോ ലൈറ്റ് വീഡിയോയിൽ ഒരു അല്പം ഗ്രെയിനും കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്ന് വേണം ഇതിന്റെ ക്യാമറ പെർഫോമൻസിനെ പറയാൻ. കുറച്ചുകൂടെ ഒരു ട്യൂണിംഗ് ഒക്കെ അപ്ഡേറ്റ് വഴി കൊടുത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊള്ളാമെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എങ്കിലും സ്റ്റിൽ കുറ്റം അധികം പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഫോണിന്റെ ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 4K വീഡിയോ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ബാക്ക് ക്യാമറയിൽ 4K 60 ഉണ്ട്, ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS ഉള്ളത്. അതുപോലെ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. ഈ ഒരു വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് ഫുൾ HD 30 FPS ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ക്യാമറയിലും നമുക്ക് 4K എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ല. അതായത് വൈഡ് ആംഗിൾ 4K ഇല്ല, അത് 8 മെഗാ പിക്സൽ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് 4K വരാത്തത്. അതുപോലെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോണിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ OIS നൽകിയിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് 16 ആണ് OnePlusന്റെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള OxygenOS 16 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ബ്ലോട്ട് വേസുകളൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് പ്രീമിയം ആപ്ലിക്കേഷൻസ് ആണ് ബ്ലോട്ട് വേസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പ്രീമിയം സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 6 ആണ് കൊടുത്തിരിക്കുന്നത്, ലേറ്റസ്റ്റ്. അതുപോലെ വൈഫൈ വന്നിട്ട് വൈഫൈ 7 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ IP റേറ്റിംഗിനെ പറ്റി പറഞ്ഞാൽ IP66, IP68, 69, 69K തുടങ്ങിയ റേറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് OnePlusന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള OnePlus 15 കണ്ടതുപോലുള്ള എല്ലാ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുണ്ട് ഈ പ്രൈസ് പോയിന്റിലും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കൊള്ളാം, നല്ല മനോഹരമായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു റെസ്പോൺസ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കോൾ റെക്കോർഡിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ HDR സപ്പോർട്ട് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിലും നമുക്ക് HDR സപ്പോർട്ട് കിട്ടുന്നുണ്ട്. OnePlus Nord 5നെ അപേക്ഷിച്ച് ബാറ്ററിയിലായാലും അതുപോലെ പെർഫോമൻസിലായാലും പല കാര്യങ്ങളിലും ഈ ഒരു ഫോണിന് ഒരു അപ്ഗ്രേഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ഫോണായിരുന്നു OnePlus Nord 5. പലരോട് ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു ഫോണായിരുന്നു. അപ്പോൾ ഇപ്പോൾ Nord 6 വരുന്നു. ഈ ഒരു ഫോൺ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കുറവുകൾ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ആ കുറവുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റിൽ ഈ ഫോണിനകത്ത് ടെലിഫോട്ടോ സെൻസർ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടിട്ട് പ്ലാസ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ സാധാരണ വരുന്ന ഫോണുകളെല്ലാം ഗ്ലാസ് ബോഡിയാണ്. അങ്ങനെയെങ്കിൽ ഇതിന് പ്ലാസ്റ്റിക് ബോഡിയാണ് എന്നുള്ളതും ഒരു കുറവാണ്. അതുപോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് eSIM സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ വൈഡ് ആംഗിൾ 4K സപ്പോർട്ട് ഇല്ല. ഇത്രയും കുറവുകളെ ഈ ഒരു ഫോണിനകത്തുള്ളൂ. ബാക്കിയെല്ലാം ഇതിന്റെ നേട്ടങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് ബാറ്ററി, 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, മികച്ച പെർഫോമൻസ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നു. മികച്ച ഡിസ്പ്ലേ ആണ്, ഡിസൈൻ തരക്കേടില്ല, ക്യാമറകൾ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന കുറവുകളും ഗുണങ്ങളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവും ഗുണങ്ങൾ കൂടുതലുമായിട്ട് നിൽക്കുന്ന ഒരു ഫോൺ എന്നാലും ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിവായിട്ടില്ല. OnePlus Nord 5 വിൽക്കുന്നത് ഏകദേശം 33,000 രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ നിലവിൽ. എങ്ങനെ പോയാലും ഈ ഒരു ഫോണിന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വില 35,000 രൂപ മുതൽ 40,000 രൂപ വരെ ഉള്ള ഒരു പ്രൈസ് റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതിലും കൂടാം, ചിലപ്പോൾ അതിലും കുറയാം, ഒന്നും പറയാൻ പറ്റത്തില്ല. സ്മാർട്ട് ഫോണുകളെല്ലാം പ്രൈസ് കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളാണ് എന്നേക്കാൾ മികച്ച റിവ്യൂവേഴ്സ്. ഒരുപാട് ഫോണുകളുടെ വീഡിയോ പലരുടെ നിങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് നിങ്ങൾ വീഡിയോ താഴെ കമന്റ് രേഖപ്പെടുത്തണം. ഇതുപോലെ മികച്ച ഒരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് മികച്ച ഒരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.